ലൈൻ വീണ്. മനസ്സിലായി. മാറാവൂ. ഇന്നലെ വരെ ദേഷ്യപ്പെടാത്തവനാ അവളാ. ട്രെയിനിങ്ങാ. ചില മൂദേവി വരുമ്പോഴേ ഇങ്ങനെ. എന്തിനാ അമ്മ അവളെ ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്? അവളെ പറഞ്ഞപ്പോ പെറ്റുപോയതിനെ തള്ളി. അവളാ തവള. ട്രെയിനിങ്. ഈ തള്ളയുടെ സ്വഭാവം എന്തുവാ? ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്ക് അവന്റെ സമാധാനം എല്ലാം പോയി. അവളാ. ഈ കളർ നല്ലതല്ലയോ? ഈ കളർ അമ്മയ്ക്ക് ചേരത്തില്ല. പിന്നെ നിന്റെ അച്ഛൻ പറയട്ടെ ചേരത്തില്ലെന്ന്. ഓ ചേരത്തില്ല. ചേരും. കണ്ടോടാ, നിനക്ക് എന്നെ കണ്ടുകൂടാതായി. അവിടെ അമ്മയെക്കായാലും ഞാനാടാ സുന്ദരി. ഇവനൊരു പണി കൊടുക്കണം. ശൈലമ്മ ഈ പുറമെ ഒരു വയറും അകത്തഞ്ചാറ് അറിയല്ലേ, പോയി തിന്നങ്ങ് മുടിപ്പീര്. പെണ്ണ് കെട്ടണമെങ്കിൽ കാശ് വേണം. കാശുണ്ടോ? എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ഞാൻ പിന്നെ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. ബ്രോക്കർമാരെ ഇപ്പൊ കാശുണ്ടാക്കുന്നത്. ബ്രോക്കർ ചാർജ് ഇച്ചിരി ഹൈ. അതുകൊണ്ടാടാ ഞാൻ ശൂന്യ ആപ്പ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻ മെനി സെഗ്മെന്റ് സീറോ ബ്രോക്കറേജ് ചാർജ് ആടാ. സെബി രജിസ്ട്രേഡ് ബ്രോക്കേഴ്സും 5 ലക്ഷത്തിൽ യൂസേഴ്സും ഉണ്ട്. ട്രസ്റ്റഡ്. ഹൈ ബ്രോക്കറേജ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എടുക്കാൻ. ആ ലിങ്ക് എന്റെ ബയോയിലുണ്ട്. പൊക്കും. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജും അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജും ഇച്ചിരി ഹൈ ആയിരിക്കും. അല്ലടാ, ഇപ്പൊ അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഓപ്പണിംഗ് ചാർജ് 0 ആടാ. 1 രൂപ പോലും ആവത്തില്ല. നിനക്ക് ഇപ്പൊ തന്നെ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റും ചെയ്യാം. ലിങ്ക് എന്റെ ബയോയിലുണ്ട്. ഇതൊക്കെ ഫ്രീ ആണോ? എന്നാൽ ഞാനൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് കാഷുകാരനായിട്ട് ചേർന്ന സഹായിക്കും. ആദ്യം സംസാരം നിർത്ത്, എന്നിട്ട് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് വരെ സഹായിക്കും. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് വളർന്നോട്ടെ. അമ്മയ്ക്ക് 10 സാരി വെച്ച് മേടിച്ചു തരും. നല്ല മാറ്റമൊക്കെ ഉണ്ട്. അപ്പം പെണ്ണ് നല്ലതാന്ന് തോന്നുന്നു. ഏട്ടൻ ഇൻവെസ്റ്റ് ചെയ്ത് റിച്ച് ആയല്ലേ? ഞാൻ എല്ലാവരോടും പറയും ഞാൻ ആ ചേട്ടന്റെ സ്റ്റോക്കിന്റെ കാര്യം എല്ലാം പഠിപ്പിച്ചു. നീയോ? കുറച്ചു മുമ്പല്ലേടാ നീ ബ്രോക്കറേജ് എന്തോന്ന് ചോദിച്ചു എന്നോട്. മതി, ആദ്യം പൈസ ഉണ്ടാക്കുക, പിന്നെ അടിയിട്.